എൻ്റെ എല്ലാ സിനിമയും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് കയ്യും കാലും പിടിച്ച് ചോദിക്കുകയാണ് ലൈക്ക് എനിക്കൊന്ന് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നേരിട്ട് എന്നോട് സംസാരിക്കുമ്പം ആൾക്കാർ വിചാരിക്കുന്നത് അത് ഒബ്വിയസ്ലി ആപ്റ്റ് ആവില്ല എന്നുള്ള രീതിയിലാണ്. ഇംഗ്ലീഷ് വാക്കുകളുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഒരു അമേരിക്കൻ ആക്സെൻ്റ് ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ ചെയ്ത റോൾസ് ഒന്നും എന്നെ പോലെയല്ല. അതുപോലെ തന്നെ ഡബ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ പോലെയാണല്ലോ ഞാൻ ചെയ്യാൻ നോക്കുക. അപ്പം ഇപ്പം ഈ സിനിമയിലാണെങ്കിലും ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന രീതിയിൽ അപ്പോൾ ചെയ്തപ്പം അതവർക്ക് വർക്കായി. ഡയറക്ടറിന് ശ്രീനാണെങ്കിലും പിന്നെ എന്താ അമ്പൊക്കെയാണെങ്കിലും അത് വർക്കായി. എല്ലാവർക്കും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അവരോട് പറഞ്ഞിരുന്നു. പിന്നെ അതവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അത് ഒരു സ്പെസിഫിക് തൃശ്ശൂർ സ്ലാങ്ങും പിന്നെ ഈ ക്യാരക്ടറിൻ്റെ ഒരു ക്വർക്കിനെസ്സും കൂടെ വരുമ്പം ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് പക്ഷെ എല്ലാവർക്കും ഇത് കുറച്ചും കൂടെ അവർ ചെയ്തതിൽ വെച്ചിട്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ഡബിങ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഡയറക്ടറിന് എല്ലാം ആളുടെ രീതിയിലൊരു പെർഫെക്ഷൻ ഇല്ലാണ്ട് അത് യെസ് പറയില്ല. അപ്പൊ അടിച്ചടിച്ചത് സ്ക്രീനിൽ കാണാൻ ഭയങ്കര സന്തോഷം. ആളുകൾ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാർ ഇങ്ങനെ ഞാനാന്ന് പറയുമ്പോൾ ആണോ കുറച്ച് സെക്കൻഡ് എടുത്തിരുന്നു. ഞാൻ ആദ്യം ഡബ് ചെയ്തിട്ട് ഷൈജുക്ക ഞാൻ ഡബ് ചെയ്തു വിഷ്വലൊക്കെ കണ്ടു. ഇറ്റ്സ് ലൈക്ക് ഈ ഡബ് ചെയ്തോ ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് എ ബിഗ് സർപ്രൈസ് എല്ലാവർക്കും. ലൈക്ക് അപ്പം സൗബികൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് നല്ലത് പറയും. നമുക്കിങ്ങനെ സന്തോഷമാണല്ലോ ലൈക്ക് അത് വർക്കായി എന്നുള്ളത്. തീർച്ചയായിട്ടും. സിനിമ കണ്ട് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കഥാപാത്രം നന്നായിരുന്നു എന്ന് പറഞ്ഞ ആദ്യ കോൾ ആരുടെ ആയിരുന്നു? സിനിമ കണ്ടിറങ്ങി എന്നെ വിളിച്ച് പറഞ്ഞത് ആക്ച്വലി സ്റ്റെഫി സേവിയർ ഇല്ലേ, നമ്മള് ആള് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. ഡാർവിൻ്റെ പെന്നാമത്തിനും മള്ള രാമേന്ദ്രനും. ആൻഡ് ആളിപ്പോൾ ഡയറക്ടർ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി ഫോൺ വിളിച്ച് നമ്മുടെ സിനിമേൻ്റെ പുറത്തുള്ള ആൾക്കാർ മെസ്സേജ് വേറെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. പക്ഷെ വിളിച്ച് ആദ്യം പറഞ്ഞത് സ്റ്റെഫി ആയിരുന്നു. ഇറ്റ് വാസ് വെരി സ്വീറ്റ്. എനിക്ക് ഭയങ്കര ഡബിങ് ഞാൻ ചെയ്തു ആളെ കുറച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് എടുത്ത് ഞെട്ടിയിരുന്നു. സോ ഇറ്റ്സ് വെരി സ്വീറ്റ്. ആൾക്കാരിങ്ങനെ വിളിച്ച് പറയുമ്പം മെസ്സേജ് ആണെങ്കിലും അതിങ്ങനെ അവർ ആ സമയം എടുത്ത് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ തോന്നിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആരംഭിക്കുന്ന സമയത്ത് കുറേ കള്ള് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കള്ളുകൾ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഷൂട്ടിംഗ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒന്നാമത് ശരിക്കുള്ള കള്ളല്ല. അത് എല്ലാ സിനിമയിലും ഈ ആൽക്കഹോൾ സെർവ് ചെയ്യുമ്പോൾ ശരിക്കുള്ള ആൽക്കഹോൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ആർട്ടിസ്റ്റൊക്കെ കുടിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും ടിപ്സി ആവുമല്ലോ. ഐ തിങ്ക് കഞ്ഞോളത്തായിരിക്കും. പിന്നെ ഞാൻ ആ പോർഷൻസിൽ ആക്ച്വലി കള്ള് ഉപയോഗിച്ചാൽ വേറെ പ്രശ്നം അതിങ്ങനെ ഇതാവില്ലേ, ചീത്തയാവില്ലേ ഇങ്ങനെ കുറേ സമയം വെക്കുമ്പം. അത് ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ 2015 മലയാളത്തിൽ ആദ്യ സിനിമ വരുന്നത്. ഇപ്പോൾ 2025 10 വർഷം ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 6 സിനിമകളാണ് 10 വർഷത്തിനിടയിൽ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് മലയാളത്തിൽ ഇത്ര തിരക്കില്ലാതെ സിനിമ അഭിനയിക്കുന്നത്? പതുക്കെ മതി അല്ലെങ്കിൽ നല്ല കഥാപാത്രം അങ്ങനെ നോക്കുന്നതാണോ? എന്തുകൊണ്ട് തിരക്കായിട്ടൊരു സിനിമയിൽ സജീവമായിരിക്കാത്തത്? എനിക്ക് വെറുതെ സിനിമ ചെയ്യാൻ വേണ്ടി സിനിമ ചെയ്യണ്ട. ഞാൻ US സെറ്റിൽ ആയിട്ടുള്ളത്. ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്കൂളിലായിരുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് പോയി വരും ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തെങ്കിലും ഇഷ്ടപ്പെടുമ്പോൾ വന്ന് ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്പേസ് ഉള്ള സിനിമ എന്തായാലും ഇപ്പോഴാണ് ഒരു ഡയറക്ടർ എഴുതിയിട്ട് അങ്ങനെ എന്നെ വിഷ്വലൈസ് ചെയ്തത്. അപ്പം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് നമുക്കും ഇഷ്ടപ്പെടണമല്ലോ. ലൈക്ക് പിന്നെ എനിക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അത് എനിക്കും കൂടെ തൃപ്തി ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത്രയും താല്പര്യമുള്ളൂ.